സോമസൂര്യയോ. രാജാക്കളുടെ കഥയൊക്കെ വിസ്തരിച്ച് വർണ്ണിച്ചു. എനിക്ക് കൃഷ്ണൻ്റെ കഥ കേൾക്കാനാണ് താല്പര്യം. കുട്ടികളൊക്കെ പണ്ട് എന്ത് ചെയ്യും? സദ്യ വിളമ്പുന്ന സ്ഥലത്തിൽ ആദ്യം കയറിയിരിക്കും ഇലയിൽ. അവരെന്ത് ചെയ്യും? അവർക്ക് പായസമാണ് ഇഷ്ടം, അത് കഴിക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കും. പ്രായമായവർക്ക് എന്ത് ചെയ്യും? ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പിലിട്ടതും പിന്നെ പാവയ്ക്ക, കൈപ്പയ്ക്ക, സാമ്പാർ എന്തൊക്കെ അതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് കയ്പ്പ്, എരിവ് ഇതൊക്കെ ഇഷ്ടമില്ല. കുട്ടികൾക്ക് മധുരമാണ് ഇഷ്ടം. പണ്ടത്തെ കുട്ടികൾക്ക് പറയേണ്ടി വരും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറുക്കുരെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വാങ്ങി കഴിക്കുന്നു. പക്ഷേ പണ്ടത്തെ കുട്ടികൾക്ക് മധുരമാണ് സാധാരണ കുട്ടികൾക്ക് ഇഷ്ടം. മധുരം പോലെയാണ് ശ്രീകൃഷ്ണൻ്റെ കഥ. ബാക്കി കഥകളൊക്കെ എരിവും പുളിവുമുള്ള ഒരു സ്വാദുമുള്ള സാധനം പോലെയാണ്. അതുകൊണ്ട് എനിക്ക് കൃഷ്ണൻ്റെ മധുരമായ കഥകൾ പറഞ്ഞു തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ 90 അധ്യായങ്ങളിൽ ഇവിടെ വർണ്ണിക്കുന്നു. ഭൂമിർതൃപ്തനൃപവ്യാജ ദൈത്യാനീകശതായുധൈഃ ആക്രാന്ത ഭൂവിഭാരേന ബ്രഹ്മാണം ശരണം യയോ. ഭൂമിദേവിക്ക് ഭാരം സഹിക്കാൻ വയ്യ. ഭൂമിദേവിക്ക് ഏതാണ് ഭാരം? ഈ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടുന്നതൊക്കെ ഭാരമില്ല. ഭൂമിദേവിക്ക് ഭാരം ഭൂമിയിൽ കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭൂമിയുടെ ഭർത്താവായ ഭഗവാനെ നിന്ദിക്കുന്നവരാണ് ഭാരം. പതിവ്രതാണാം അപരസ്ത്വഭാര എന്നാണ് ചോദിക്കുന്നത്. ഒരു പതിവ്രതയായ സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് കുറ്റം പറഞ്ഞാൽ അത് ഇഷ്ടാവില്ല. എൻ്റെ ഭർത്താവിനെ കുറ്റം പറയരുത് പറയും. വേറെ ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയും. പക്ഷേ ഈ സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളൊന്നും എനിക്കുണ്ടല്ലോ. അത് കുഴപ്പമില്ല, കാരണം അവർ പ്രേമത്തോടെ തന്നെ പറയുന്നു. അപ്പോൾ ഭൂമി ഭർത്താവായ ഭഗവാനെ നിന്ദിക്കുന്നവരാണ് ഭൂമിക്ക് ഭാരം. മാത്രമല്ല ഗിരിസരി സിന്ധു ഭാരുണഹി മോഹി ഏക് ഗർവ് പരദ്രോഹി എന്നാണ് പറയുന്നത്. തൻ്റെ ജീവിതത്തിന് വേണ്ടി അടുത്തവരെ നശിപ്പിക്കുന്നവരാണ് ഭൂമിദേവിക്ക് ഭാരം. നഹ്യസത്യാത് പരോ അധർമ്മ ഇതികോ വാച ഭൂയം. കോടതിയിൽ കയറി ഭഗവത്ഗീത പുസ്തകം തൊട്ട് ഞാൻ പറയുന്നതൊക്കെ സത്യം എന്ന് കള്ളസാക്ഷി ആരാണ് പറയുന്നുവോ അവർക്ക് ഭൂമിക്ക് ഭാരം. അപ്പോൾ ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് ബ്രഹ്മാവോട് പറഞ്ഞു. ബ്രഹ്മാവ് ദേവന്മാരെ വിളിച്ചുകൊണ്ട് ഭൂമിയും വിളിച്ചുകൊണ്ട് നേരെ പാലാടി തീരത്തിൽ ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ ശ്രീകൃഷ്ണ ശരണം മമ ശ്രീഹരി ശരണം മമ. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മധുര നഗരത്തിൽ അവതരിക്കാൻ പോകുന്നു. എനിക്ക് സഹായിക്കാൻ ദേവന്മാരൊക്കെ ദേവതാ സ്ത്രീകളും യാദവന്മാരായും യാദവ സ്ത്രീകളായും ജനിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാരൊക്കെ യാദവന്മാരായി ജനിച്ച് കാത്തിരിക്കുന്നു. അതിൽ ഉഗ്രസേനൻ പേരുള്ള ഒരു യാദവൻ, അവൻ്റെ പുത്രനാണ് കംസൻ. ശരിക്കും ഉഗ്രസേനൻ്റെ പുത്രനില്ല. കംസൻ്റെ ഭാര്യ ഒരു തോട്ടത്തിലിരിക്കുന്ന സമയത്ത് ഒരു അസുരനാണ് ഉഗ്രസേനൻ്റെ രൂപത്തിൽ വന്നപ്പോഴാണ് കഹ സഹ എന്ന് ചോദിച്ചു. വൈമാറ്റം കണ്ടപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ചോദിച്ചില്ലേ യാറെന്ന്, അതുകൊണ്ട് എൻ്റെ പേരിൽ നിനക്കൊരു പുണ്യം ഉണ്ടാകും, അതാണ് കംസൻ എന്ന് പേരാൻ കാരണം. പിന്നെ നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, ഉഗ്രസേനൻ മകനെ വിളിക്കുമ്പോൾ കംസൻ എന്ന് വിളിച്ചത് കൊണ്ട് കംസൻ പേരായി എന്ന് പറയുന്നുണ്ട്. ശരിക്കും പേര് അങ്ങനെയില്ല. ഉഗ്രസേനൻ്റെ ഭാര്യ ചോദിച്ചത് കൊണ്ടാണ് കംസൻ്റെ പേര് വരാൻ കാരണം. ആ കംസൻ യാദവന്മാരൊക്കെ അടക്കി ഭരിക്കുന്നു. കംസൻ്റെ സഹോദരിയാണ് ദേവകി. ആ ദേവകിയെ ശൂരസേനപുത്രൻ വസുദേവനക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്ത് ദമ്പതിമാരെ ഗൃഹപ്രവേശത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ്, ഘോഷയാത്രയായി ചെല്ലുന്ന സമയത്താണ് ദുഷ്ടനാണ് കംസൻ നല്ലവനെ പോലെ നടിക്കുന്നത് കണ്ടപ്പോൾ ഭഗവാൻ വിളിച്ചു പറഞ്ഞു അശരീര വാക്കായി. പണ്ടൊക്കെ അശരീര വാക്കിന് ഇടയ്ക്ക് മോളിൽ നിന്നും കേൾക്കും. ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഡോ അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. ഇപ്പോൾ അങ്ങനെ അശരീര വാക്കൊന്നും പറയുന്നില്ലല്ലോ ചോദിച്ചാൽ, പണ്ട് 1-2 ആളുകൾ തെറ്റ് ചെയ്തിരുന്നു, വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ എല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ
പിന്നെ വിളിച്ച് പറയാൻ സമയം ഉണ്ടാവില്ലേ? പിന്നെ അസൈഡ് വാക്ക് അത് പറയുന്നത് നിർത്തി. അങ്ങനെ കംസൻ പോകുന്ന സമയത്താണ് അവൻ്റെ ദുഷ്ടസ്വഭാവം എല്ലാം അറിയട്ടെ വിചാരിച്ചിട്ടാണ് വിളിച്ചു പറഞ്ഞു, അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്തായാം വഹസേ അബുധാ. ആദ്യം വിളിക്കുമ്പോൾ ബുദ്ധിയില്ലാത്തവനെ വിളിച്ചു. ബുദ്ധിയില്ലാത്തവനെ വിളിച്ചാൽ മണ്ട വിളിച്ചാൽ ആരെങ്കിലും തിരിച്ച് നോക്കുമോ? ബുദ്ധിയില്ലാത്തവനെ വിളിച്ചപ്പോൾ ഓരോ ആളും മേപ്പോട്ട് നോക്കിയിട്ടില്ലേ? കംസൻ മാത്രം എന്നെ ആരോ വിളിക്കുന്നുണ്ടല്ലോ സ്വയം മേപ്പോട്ട് നോക്കി. അപ്പോൾ കംസനോട് അശരീരവാക്ക് പറഞ്ഞു, നിന്റെ സഹോദരിയുടെ 8ാമത്തെ ഗർഭം നിന്നെ വധം ചെയ്യും. ഇത് പറഞ്ഞ അടുത്ത ക്ഷണം വാദം എടുത്ത് ദേവികയെ വെട്ടാൻ പുറപ്പെട്ടു. അപ്പോൾ വസുദേവൻ തന്നു പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 8 കുട്ടികൾ ഉണ്ടാവുമോ സംശയം? 8 കുട്ടികൾ ജനിച്ച് വലുതാകുന്നവരെ നീ തന്നെ ജീവിച്ചിരിക്കുമോ സംശയം? പേടിക്കേണ്ട, കുട്ടികളെ കൊടുത്തേക്കാം. കുട്ടികളെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു വിട്ടു. ആദ്യത്തെ ഉണ്ണി ഉണ്ടായി. ആ ഉണ്ണിയെ കംസൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വസുദേവൻ്റെ ആ സത്യസന്ധത്വം കണ്ടപ്പോൾ കംസൻ നല്ലവനായി മാറി. ഈ ആദ്യത്തെ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ, 8ാമത്തെ ഉണ്ണിയെ കൊടുത്താൽ മതി. എന്നാൽ കംസൻ നല്ലവനായപ്പോൾ നാരദനക്ക് സങ്കടമായി. കാരണം കംസൻ ദുഷ്ടനായാലേ ഭഗവാൻ വേഗം അവതാരം ചെയ്യും. അപ്പോൾ കംസനോട് നാരദൻ പറഞ്ഞു, 8 എന്ന് ഒരാൾ പറയാൻ പറ്റില്ല. തുടങ്ങുന്നത് വെച്ചാണ് 8 നമുക്ക് തീരുമാനിക്കണം. ഇവിടെ തുടങ്ങിയാൽ 1, 2, 3, ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ലാസ്റ്റ് കസേരയിലിരിക്കുന്നവർ 8ാമതാവും. അവിടെ തുടങ്ങിയാൽ മുമ്പിൽ ഇരിക്കുന്നവർ 8ാമതാകും. അപ്പോൾ 8ഉം 8ആവാൻ സാധ്യത കൊണ്ട് പറഞ്ഞപ്പോഴാണ് പൂർവ്വ അവതാരത്തിൽ 4 പേരായി ജനിച്ചു, രാമ, ലക്ഷ്മണൻ, ഭരത, ശത്രുഘ്നൻ. പിന്നെ ഈ അവതാരത്തിൽ 8 പേരായി ജനിച്ചാലോ? കാരണം 4 പേരായി ജനിച്ച അവർ പിന്നെ ഒരു 3-4 പേരെ കൂട്ടുചേർത്തു. പിന്നെ ഗുഹൻ, സുഗ്രീവൻ, വിഭീഷൺ ഇവരെല്ലാം സഹോദരങ്ങളായി ഒന്നിച്ച് ചേർന്നു. അവർ തന്നെ തിരിച്ചു വന്നാളോ? ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കംസനക്ക് സങ്കടമായി. വേഗം ജയിലിൽ വന്ന് ദേവകിയിൽ നിന്നും ആ ഉണ്ണിയെ തട്ടിപ്പറിച്ച് അവിടെ തന്നെ പാലിൽ അടിച്ചു. 6 മക്കളെ കൊണ്ടു. അപ്പോഴാണ് 7ാമത്തെ ഗർഭമായി ആദിശേഷനെ ഭഗവാൻ പറഞ്ഞു വിട്ടു. പിന്നെ ആദിശേഷനെ കംസൻ കൊല്ലാൻ പുറപ്പെട്ടാൽ ആദിശേഷൻ കംസനെ വധം ചെയ്യും. അതുകൊണ്ട് ആദിശേഷനെ മാറ്റണം തീരുമാനിച്ച് ദേവിയെ വിളിച്ചു. ദുർഗാദേവിയെ വിളിച്ച് പറഞ്ഞു, ഗച്ഛ ദേവി വ്രജം ഭക്തേ ഗോപഗോപികളങ്കൃതം രോഹിണി വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. ദേവകി ഗർഭത്തിലിരുന്ന 7ാമത്തെ ഗർഭത്തിന് വസുദേവൻ്റെ മൂത്ത ഭാര്യ രോഹിണി ഗോകുലത്തിൽ താമസിക്കുന്നുണ്ട്. അവിടെ രോഹിണി ഗർഭത്തിൽ ചേർത്തോളൂ. പിന്നെ നീ അവിടെ ഇരിക്കുന്ന യശോദയ്ക്ക് പുത്രിയായി ജനിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ദേവിയെ പറഞ്ഞു വിട്ടു. ദേവി അതേപോലെ ചെയ്ത ശേഷം 8ാമത്തെ ഗർഭമായി ഭഗവാൻ എത്തിച്ചേർന്നു. തതോ ജഗന്മംഗളമച്യുതാംസം സമാഹിതം ശൂരസുതേന ദേവി ദദാര സർവാത്മകമാത്മഭാവം കാഷ്ഠായ ചാനന്ദകരം മനസ്തകാം. തതോ ജഗന്മംഗളമച്യുതാംശം ദദാര സർവാത്മകം ആത്മഭൂതം. ഒരു ദിവസം വസുദേവനക്ക് ദിവ്യ സ്വപ്നം. ചതുർഭുജ ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ ദർശനം കൊടുക്കുന്നു. ആ ഭഗവാന്റെ ദിവ്യരൂപം ദേവകിക്ക് വർണ്ണിച്ച് കേൾപ്പിച്ചു. അങ്ങനെ ദേവകി ചെവി വഴി കൂടി ഭഗവാൻ ഗർഭത്തിലേക്ക് ചെന്നു. ദേവിക്ക് ഗർഭവതിയായി കേട്ട് കംസൻ വന്ന് നോക്കുമ്പോൾ ദേവിയുടെ ശരീരത്തിൽ ദിവ്യ ചൈതന്യം കണ്ടപ്പോൾ കംസൻ തന്നെ പേടിച്ചു പോയി. കംസൻ പോയ ശേഷം ദേവന്മാർക്ക് വന്ന് സ്തുതിക്കുന്നു. സത്യവ്രതം സത്യപരം സത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ എന്ന് ഗംഭീര സ്തുതി ചെയ്ത് ദേവന്മാർ പുറപ്പെട്ട ശേഷം ഭഗവാന്റെ അവതാര സമയം ചിങ്ങമാസം രോഹിണി നക്ഷത്രം അഷ്ടമി തിഥി അർദ്ധരാത്രി 12 മണിക്കാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത്. എന്താ കാരണം ചോദിച്ചാൽ അഷ്ടമി അവതരിക്കാൻ കാരണം മഹാദേവനക്ക് ഇഷ്ടമാണ് അഷ്ടമി. മഹാദേവ അഷ്ടമി, വ്യക്യത്തഷ്ടമി പറയാറുണ്ടല്ലോ. അങ്ങനെ മഹാദേവനക്ക് ഒരു പ്രിയം ചെയ്യാൻ വേണ്ടിയാണ് അഷ്ടമി സ്വീകരിച്ചു. രോഹിണി ബ്രഹ്മാവിൻ്റെ നക്ഷത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിനക്ക് ഒരു സന്തോഷം ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടാണ് രോഹിണി സ്വീകരിച്ചു. രാത്രി പറയുന്നത് അജ്ഞാനമാണ്. അജ്ഞാനമാകുന്ന രാത്രി ഇരുട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ജ്ഞാനചന്ദ്രനായി ഭഗവാൻ അവതരിക്കാൻ പോകുന്നു. പിന്നെ രാത്രി സമയത്തിൽ നമ്മൾ ഉറങ്ങിപ്പോകും. രാത്രി പറയുന്നത്
തമസല്ലേ, ഈ തമസ് നീക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ജയിലിൽ അവതാരം ചെയ്യുന്നു. വസുദേവരും ദേവകിയും നോക്കിയിരിക്കുമ്പോൾ ആദ്യം ഒരു ദിവ്യ ജ്യോതിഷാണ് അവർ കണ്ടു. അഗ്രേ പശ്യാമി തേജഃ നിവിഡിതരകലായാവലീ കേലികാലം. അയാളെ മുറ്റത്തെ വടിക്കണം. അതിൻ്റെ ഉള്ളിലാണ് തതനു തദ്ദരേ ദിവ്യ കൈശവ വേഷം. ആദ്യം ദേവകി വസുദേവന്മാർ നോക്കുമ്പോൾ ഒരു നീല ജ്യോതിസ് കണ്ടു. ആ ജ്യോതിഷിന്റെ മധ്യയിൽ ഭഗവാന്റെ ദിവ്യരൂപം. നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുണാശയഃ ആവിരാസീത് യഥാ പ്രാച്യാം ദിശിന്ദുരിവ പുഷ്കളഃ തമദ്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലത്വിഷാ പരിഷ്വക്തസഹസ്രകുന്തലം ഉദ്ദാമകാഞ്ചങ്കരകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത ആശാസു ശീതളതരാസു പയോധതോയൈः ആശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു നൈഷാകരോദയവിധോ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസീः. വസുദേവ ദേവിക്ക് നോക്കിയിരിക്കുമ്പോൾ അവരുടെ മധ്യയിൽ ഭഗവാൻ ദിവ്യദർശനം കൊടുത്തു. ഇവിടെ പറയുന്ന ശുഭാചാര്യൻ തമ അദ്ഭുതം ബാലകം, അദ്ഭുതമായ ഉണ്ണിയാണ്. എന്തുകൊണ്ട് അദ്ഭുതം? എല്ലാ കുട്ടികളും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടവരാണ്. ഈ കുട്ടി ബ്രഹ്മാവിനെ സൃഷ്ടിച്ച കുട്ടിയാണ്. തമ അദ്ഭുതം ബാലകം. എല്ലാ കുട്ടിയും ജനിച്ചാൽ അങ്ങനെ കണ്ണടച്ചേക്കുള്ളൂ, പിന്നെ കണ്ണ തുറക്കുള്ളൂ. ഈ ഉണ്ണി ഇടയ്ക്കിടയ്ക്ക് അച്ഛനന്മാരെ നോക്കുന്നു. അംബുജേക്ഷണം. എല്ലാ കുട്ടിക്കും 2 കൈയേ ഉള്ളൂ, ഈ കുട്ടിക്ക് 4 കൈയാണ്. ചതുർഭുജം, 4 കൈകളിൽ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, ശംഖ് ചക്രം ഇതൊക്കെ. എന്താ കാരണം? അച്ഛനന്മാർ ജയിലിലാണ്, അവർക്ക് ഒരു കളിപ്പാട്ടം വാങ്ങി തരാൻ ആവണില്ലേ. അപ്പോൾ സ്വന്തം കയ്യിൽ കളിപ്പാട്ടവും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ശംഖ്, ഊതൽ, ചക്രം, ഒരു കറങ്ങണ കാറ്റാടി, പിന്നെ ഗത, ഇങ്ങനെ കളിപ്പാട്ടും കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ലേ മഹാർഘ വൈഡൂര്യ കിരീട കുണ്ടല ത്വിഷ, ദിവ്യ കിരീടം കുണ്ടളം. കുട്ടികൾക്ക് വസ്ത്രമില്ലാതെ ജനിക്കുള്ളൂ, പിന്നെ അച്ഛനന്മാരുടെ പുതിയ വസ്ത്രം വാങ്ങി കൊടുക്കാറുള്ളൂ. ജയിലിലിരിക്കുന്ന അച്ഛനന്മാർക്ക് ആഭരണം വസ്ത്രമൊക്കെ കൊടുക്കാൻ പറ്റില്ല തീരുമാനിച്ചിട്ട് സ്വയം വസ്ത്രം ആഭരണമൊക്കെ അണിഞ്ഞ് ജനിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കുട്ടി ജനിച്ചാൽ നന്നായി. ഈ ആഭരണത്തിൻ്റെ വില നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലും നല്ല ചെയിൻ ബ്രേസ്ലെറ്റൊക്കെ അണിഞ്ഞ് കുട്ടി ജനിച്ചാൽ നന്നാവും. അങ്ങനെ ഭഗവാൻ ദർശനം കൊടുക്കുന്നു. വസുദേവനും ദേവിക്കും ഗംഭീര സ്തുതി ചെയ്യുന്നു. പിന്നെ ഭഗവാൻ പറഞ്ഞു, ദേവകി പറഞ്ഞു, ഈ 4 തൃക്കൈകളെ കണ്ടാൽ കംസൻ നാരായണൻ മനസ്സിലാക്കും, സാധാരണ ഉണ്ണിയായി മാറണം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ സാധാരണ ഉണ്ണിയായി മാറി. അപ്പോൾ അച്ഛനന്മാരോട് പറഞ്ഞു, യതി കംസാത് വിധേഷിത്വം തരിഹിമാം ഗോകുലം നയ. കംസനെ കണ്ട് എനിക്ക് പേടിയില്ലേ, നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് അമ്പാടിയിൽ കൊണ്ടാക്കിക്കോളൂ. അപ്പോൾ ചോദിച്ചു, നിന്നെ അമ്പാടിയിൽ കൊണ്ടാക്കിയാൽ കംസൻ ചോദിക്കില്ല 8ാമത്തെ ഉണ്ണി എവിടെയെന്ന്. അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അത് ഇവിടെ കംസൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. ആ പെൺകുട്ടിയെ കംസൻ തല്ലിക്കൊണ്ടാലോ? അത് സാധാരണ പെൺകുട്ടിയില്ലേ, ഭദ്രകാളിയാണ്, അവർ കംസനക്ക് മറുപടി പറഞ്ഞോളൂ, പേടിക്കേണ്ട. ഇങ്ങനെ ഭഗവാൻ സാധാരണ ഉണ്ണിയായ ശേഷം പിന്നെ വസുദേവൻ ആലോചിച്ചില്ലേ, എൻ്റെ കയ്യിൽ ചലങ്ക ഉണ്ടല്ലോ, കാളി ചങ്കല കട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ആലോചിച്ചില്ലേ. പറഞ്ഞത് ഭഗവാനല്ലേ വിചാരിച്ച് ഉണ്ണി എടുക്കാൻ പുറപ്പെട്ടപ്പോൾ കയ്യിൽ കട്ടിയിട്ട ചങ്കല അറന്ന് വീണു. കാല് കെട്ടിയിട്ട ചങ്കല ഇങ്ങനെ മുറിഞ്ഞ് വീണു. പിന്നെ ഉണ്ണിയെ എടുത്ത് വാതിലിൽ ചെന്നപ്പോൾ തന്നെ കതവ് സ്വയം തുറന്നു. പണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കതവ് സ്വയം തുറക്കുമോ. പിന്നെ ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, ഞാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ സ്വയം കഥ തുറക്കും. കുഴപ്പമില്ലല്ലോ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കഥവ് സ്വയം തുറക്കുന്നു പറഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ലേ. ഭഗവാൻ ചെന്നപ്പോൾ കഥവ് സ്വയം തുറക്കുന്നു. പിന്നെ കാവൽക്കാരൊക്കെ സുഖമായിട്ട് ഉറങ്ങി കിടക്കുന്നു. വാതിലിൽ വന്നപ്പോൾ ഈ മധുരാനഗരം വലിയ സിറ്റിയാണ്. അപ്പോൾ ആരെങ്കിലും വസുദേവനെ നോക്കി എന്താ കയ്യിൽ ചോദിച്ചാൽ അദ്ദേഹം നുണ പറയാറില്ല. 8ാമത്തെ ഉണ്ണിയാണ്, കംസൻ അറിയാതെ കൊണ്ടാക്കാൻ പോകുന്നു പറഞ്ഞാൽ കേട്ടാൽ പറയും, ഇത് വേറെ ആളോട് ഞാൻ പറയില്ലേ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യയോട് പറയും. അടുത്ത ദിവസം എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോൾ വേറെ ആൾ ഇത് മനസ്സിലാക്കാൻ പാടില്ല വിചാരിച്ചിട്ടാണ് ഘോരമായ ഘോരമായ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നു, സുഖമായിട്ട് ഉണ്ണിയെ എടുത്തു ചെന്നു. മഴ പെയ്തപ്പോൾ കുടയില്ലല്ലോ വിചാരിക്കേണ്ട, ആദിശേഷൻ തന്നെ കുടയായിട്ട് അവിടെ വന്നു.
യമുനാ തീരത്തെത്തിയപ്പോൾ യമുന വഴിവിട്ടു കൊടുത്തു. അവിടെ അമ്പാടിയിൽ ഉണ്ണിക്കണ്ണനെ യശോദരെടുത്ത് ഉണ്ടാക്കി. അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയെ കയ്യിലെടുത്തപ്പോൾ തന്നെ കണ്ണൻ ഇങ്ങനെ നോക്കി ആ പെൺകുട്ടിയെ നോക്കി ഒരു കണ്ണടിച്ചു. നിനക്ക് വേണ്ടി കംസൻ അമ്മാവൻ കാത്തിരിക്കുന്നു, പോയിക്കോളൂ. ഒരു പെൺകുട്ടിയായ ഭദ്രകാളി ഭഗവാൻ നോക്കി 10 പ്രാവശ്യം കണ്ണടിച്ചു. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയിട്ട് പോകും, നിനക്ക് 10 ആൾ വരും, പൂതനെ, ശകടാസുരൻ, ചിന്നാവർത്തൻ, നഗാസുരൻ, ബകാസുരൻ, സൂക്ഷിച്ചോളൂ എന്ന് കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുന്ന കുട്ടികൾ. അങ്ങനെ ആ മായാതി ഭഗവതിയെ എടുത്ത് ജയിലിലെത്തിയപ്പോൾ തന്നെ സ്വയം കഥവൊക്കെ അടഞ്ഞു. കാവൽക്കാരനൊക്കെ ഉറങ്ങുന്ന കാവൽക്കാരന്മാർ ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ, സാധാരണ പെൺകുട്ടിയുടെ കരച്ചിലിന് സൗണ്ട് കൂടുതലാവും. ഭദ്രകാളി പോലെ കരയുന്നുണ്ടല്ലോ എന്ന് പറയും. ഇതിവിടെ ഭദ്രകാളി പോലെയല്ലേ, ഭദ്രകാളി തന്നെ ശബ്ദം കൊടുത്തു. ഭദ്രകാളിയുടെ ശബ്ദം കേട്ട് കാവൽക്കാരൻ കംസനോട് വിഷയം അറിയിച്ചു. കംസൻ മധുമത്തനായി ആ പെൺകുട്ടിയുടെ കാല് പിടിച്ച് ഇങ്ങനെ ആകാശത്തിൽ വീശിയപ്പോൾ എന്താ അത്ഭുതം! ആകാശത്തിൽ വീശിയ സാധനം താഴോട്ട് വരില്ലേ, വന്നില്ലേ. ഞാൻ എയർപോർട്ട് ചെന്നു. ദുർഗാ ഭഗവതി സായുധാഷ്ട മഹാഭുജ 8 തൃക്കൈകളോട് ദേവി ദർശനം കൊടുത്തു. കംസനെ നോക്കി പറഞ്ഞു, ദശംസതര കംസത്തെ കിമിമയ വിനിഷ്പിഷ്ടയ. പരാക്രമം സ്ത്രീകളിലല്ലേ വേണ്ടു, നീ എന്നോട് പരാക്രമം കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ തന്നെ നിന്നെ വധിക്കാൻ പറ്റും. എന്തായാലും എൻ്റെ കാല് പിടിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടു. നിന്നെ കൊല്ലാൻ വേണ്ടി ജനിച്ച ഉണ്ണി വേറെ സ്ഥലത്തിൽ വളർന്നു വരുന്നു എന്ന് പറഞ്ഞ് ദേവി അപ്രത്യക്ഷമായി. ഉടനെ കംസൻ വസുദേവ ദേവിമാർ ജയിലിൽ നിന്ന് വിമോചനം ചെയ്തു. പിന്നെ അവിടെ ഗോകുലത്തിൽ അവർക്ക് വലിയ ആനന്ദം. നന്ദസ്വാത്മജ ഉത്പന്നേ ജാതാക്ലാദോ മഹാമണാഃ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതസ്സുചിരണം കൃതഃ. രാവിലെ എഴുന്നേറ്റ ഗോപികമാരൊക്കെ യശോദയ്ക്ക് ഉണ്ണിയുണ്ടായെന്ന് കേട്ട് സന്തോഷത്തോട് ഓടി വരുന്നു. എല്ലാവരും പാൽ തേയിലയെല്ലാം കൊണ്ടുവരുന്നു. അത് വയ്ക്കാൻ സ്ഥലമില്ല, എവിടെ വേണമെങ്കിലും വെച്ചോളൂ. പരസ്പരം അവർ അഭിഷേകം ചെയ്യും. ഭഗവാനക്ക് പാലഭിഷേകം, തൈരാഭിഷേകം ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഭക്തന്മാർ തന്നെ സ്വയം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്ക് വില പിടിച്ച സാധനമാണ് ഈ പാൽ, തൈര്, വെണ്ണമൊക്കെ. അതുപോലും അവർ മറന്നു. ഭഗവാൻ കിട്ടിയപ്പോൾ ആ പാൽ, തൈരുടെ വിളവൊക്കെ അവർ മറന്നു. അവർ നാമം ജപിച്ച് ആഘോഷിച്ചു എന്നാണ് അവിടെ പറയുന്നു. അജനമുജ്ജഗുഹു നന്ദലാല കി ജയ് നന്ദ ബാബ കി ജയ് 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 യശോദ മൈയാ കണ്ണയ്യ 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 കി ജയ്. ബ്രഹ്മാവ് തന്നെ അവിടെ സുവർണത്തൊട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ സുവർണത്തൊട്ടിൽ ഉണ്ണിക്കണ്ണനെ ഇട്ടു. എല്ലാവരും ഭഗവാനക്ക് താലാട്ട് പാടി. നീലഘന നീല ജോ ജോ കരുണാലവാല ശ്രീകൃഷ്ണ ജോ ജോ ലീലാവതാര ജോ ജോ പരമാത്മ ബാല ഗോപാല ജോ ജോ. ഇങ്ങനെ താരാട്ട് പാടി. ഭഗവാനെ തൊട്ടിലിട്ട് താരാട്ട് പാടുന്നത് എന്തിനാ ചോദിച്ചാൽ, തൊട്ടിൽ ഇതൊക്കെ തത്വമാണ്. തൊട്ടിൽ പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എപ്പോഴും മനസ്സ് ആടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ആടുന്ന മനസ്സുകൊണ്ട് നിർത്തണമെങ്കിൽ അതിൽ ഉണ്ണിക്കണ്ണനെ ഇട്ടാൽ മതി. അതുകൊണ്ടാണ് തോളോത്സവം, തൊട്ടിലുത്സവമൊക്കെ തമിഴ്നാട്ടിൽ പ്രസിദ്ധമായി എല്ലാ ക്ഷേത്രങ്ങളിലും ചെയ്യാറുണ്ട്. അങ്ങനെ ഉണ്ണിക്കണ്ണനെ തൊട്ടിലിട്ട് ഗോപികമാർക്ക് പാടി അവർ ആഘോഷിച്ചു. നന്ദോത്സവം, നന്ദൻ കൊണ്ടാടിയത് കൊണ്ടാണ് നന്ദോത്സവം. 18 ശ്ലോകത്തിൽ ഇവിടെ വർണ്ണിക്കുന്നു. തത ആരഭ്യ നന്ദസ്യ വ്രജ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാ ക്രീഡമഹോ നൃപ. ഭഗവാൻ ഗോകുലത്തിലെത്തിയ ശേഷം ഓരോ വീട്ടിലും ലക്ഷ്മീ കടാക്ഷം നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദോത്സവം സമർപ്പിക്കുന്നു.